ഗൈസ്, നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യം ഒരു ആർട്ട് വർക്ക്. നമ്മൾ അന്നേരം ഇന്ന് വരയ്ക്കുന്ന ഒരു ഔളിനെയാണ് പെയിന്റ് വെച്ച വാട്ടർ കളർ. നിങ്ങളുടെ പേപ്പറിൻ്റെ ഏറ്റവും മിഡിൽ നോക്കി എടുക്കണം. എൻ്റെ പേപ്പറിൻ്റെ മിഡിൽ ഈ സൈഡിലാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇതുപോലെ ഇടാം. പിന്നെ ഇച്ചിരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി വലിയതാക്കാം. ഒത്തിരി വലിയതാക്കുന്ന ഇച്ചിരി നല്ലതാണ്. എന്നാലും ഞാൻ ഇപ്പോഴത്തേക്ക് ഇത്ര ആക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ആക്കണം. പിന്നെ ഇവിടെ നിന്ന് ഇത്രയും വലിയൊരു കണ്ണ് വയ്ക്കണം. പിന്നെ ഈ സൈഡും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇത്രയും വലിയൊരു കണ്ണ് വയ്ക്കണം. ഇത്രയും മതി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന ഒരു ഹാർട്ടിനെ കൂട്ടാക്കാം. വെച്ച് ഇവിടുന്ന് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആക്കാം. ഇനി നമുക്ക് ഈ സൈഡ് ഇവിടുന്ന് കുറച്ച് ഇവിടുന്ന് ഇത്ര ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് ഇങ്ങോട്ടാക്കാം. ഇങ്ങോട്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാക്കാം. ഇവിടെ വരെ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഈ സ്ഥലം കണ്ട ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ ഇങ്ങോട്ട്. ഇനി നമുക്ക് ചെവി കുറച്ച് നോക്കണം. ഇങ്ങനെ കൊണ്ടുവരണം. പിന്നെ ഇവിടുന്ന് സെയിം തന്നെ നിങ്ങൾക്ക് വലുതാക്കണമെങ്കിൽ വലുതാക്കാം. ഇനി ഇവിടുന്ന് കുറച്ച് നമുക്ക് ഇത് വിങ്സാ. നമുക്കൊന്ന് ലൈൻ ഇട്ടോ താഴെ വരെ എത്തണം. ഇത്ര എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടി ഇവിടെ സെയിം തന്നെ ഇവിടെയും സെയിം തന്നെ ആ ലൈൻസ് ആയിട്ട് ഫിൽ ചെയ്ത് കുറച്ച് ഗ്യാപ്സ് ഇട്ടോ ഇതുപോലെ. ഇത് കഴിയുമ്പോൾ നമ്മൾ ഇനി നേരെ പെയിൻറ്റിലോട്ട് നമുക്കതങ്ങനെ പെയിൻറ്റിങ്ങിലോട്ട് പോവാം. ആദ്യമേ ഞാനാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അടിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് അടിക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പിങ്ക് കളറാണ്. പിങ്ക് കളർ നല്ലതാവും ഞാൻ വിചാരിച്ചു. ഞാൻ ഇവിടെ കൂടി തുടങ്ങി ഇങ്ങോട്ട് വരെ അടിക്കും. ഈ ഫുൾ സ്ഥലവും അടിക്കുന്നത്. ഇത് കുറച്ച് കൂടുതൽ സമയം എടുക്കും എന്തായാലും ഇത് തീർക്കാൻ. ഞാൻ അങ്ങനെ പകുതി ഭാഗം അടിച്ചു കഴിഞ്ഞു. ഇനി ഈ പകുതി ഭാഗവും കൂടി അടിക്കാൻ വേണ്ടി ഈസി ആയിരിക്കും. അതെനിക്ക് എന്തായാലും ഉറപ്പാം. പക്ഷെ വൃത്തിയോട് വേണം. എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം കുളമാവാണെങ്കിൽ എൻ്റെ പകുതി വരാണെങ്കിൽ ഇതിൻ്റെ ചിലതിൻ്റെ അകത്ത് പോയിട്ടുണ്ട്. ചെവിയിൽ വേണം ഞാൻ ഒത്തിരി സൂക്ഷിക്കാൻ. ഇതിൻ്റെ അകത്ത് വല്ല പോവുകയാണെങ്കിൽ കുളമായി. ഇനി എനിക്ക് കുറച്ചുകൂടി ഉള്ളു. ഇത് എളുപ്പം തീർക്കാൻ പറ്റും. അങ്ങനെ ഗൈസ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത കാര്യത്തിലോട്ട് പോകാം. നമുക്ക് കുറച്ച് ബ്രൗൺ എടുക്കാം. ബ്രൗൺ എടുത്തിട്ട് ആദ്യമേ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടി ബ്രൗൺ എടുത്തിട്ട് ഇവിടും ആ സെയിം കാര്യം സൈഡ് ഭാഗം കേട്ടോ ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ കണ്ണിലോട്ട് പോകണം. ഈ കണ്ണിൽ ഒരു കാര്യം ചെയ്യണം. നമ്മൾ ഇവിടെ നിന്ന്
കണ്ണിൻ്റെ ഈ സൈഡ് കൊടുത്തു തുടങ്ങി ഇങ്ങനെ ഈ ചെവി വരെ കൊണ്ടുവരണം. ഇനി ഈ സ്ഥലവും ആ സെയിം തന്നെ ചെയ്യണം. ഇങ്ങനത്തെ ഇവിടെ വരെ കൊണ്ടുവരണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾ അടുത്തതിലോട്ട് പോവാം. ഇവിടെ ആദ്യമേ ഈ കണ്ണിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരു വരി ഇനി ഓറഞ്ച് താഴെ വയ്ക്കണം. ഇനി മേലെ നിങ്ങൾക്ക് യെല്ലോ വേണോ അതോ ബ്ലാക്ക് വേണോ എന്ന് നിങ്ങൾക്കാണ് തീരുമാനിക്കാം. ഞാനിപ്പോൾ അടിക്കുന്നത് ബ്ലാക്ക് ആണ്. ഞാൻ ബ്ലാക്ക് എടുക്കുന്നത്. ഇനി ഈ സ്ഥലവും ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഓറഞ്ച് അതിനെ ഒരു വര കൊടുക്കുന്നുണ്ട്. അത് ഇനി നമ്മൾ അടുത്തത് മേലെ ബ്ലാക്ക് ആയിട്ട് ഇത്രയും ചെയ്ത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണെന്ന് വെച്ചാൽ അത് തന്നെ നിങ്ങൾ നോസിനടിക്കണം. സെയിം കളറാണ്. ഞാൻ അങ്ങനെ പിങ്ക് ഉപയോഗിച്ച് ഞാൻ പിങ്ക് എടുക്കുന്നു. നിങ്ങൾ ഏത് കളറാണ് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് ഏത് കളർ അടിച്ചതിന് വെച്ച് നിങ്ങൾക്ക് ഇത്രയും ചെയ്യണം. ഇനി നമുക്ക് ഈ വിങ്സിലോട്ട് പോകാം. വിങ്സിന് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാൻ ഈ വിങ്സിന് ബ്ലാക്ക് ഗൈസ് അറിയാത്ത തെറ്റിപ്പോയ നിങ്ങൾ ബ്ലാക്കാണ് എടുക്കണം. ഗൈസ് അന്നേരം നമ്മൾ ഈ സൈഡ് അടിച്ചു കഴിഞ്ഞ് ഇനി അപ്പുറത്തെ സൈഡിൽ ഈ സൈഡും ബ്ലാക്ക് വെച്ചാണ് സെയിം കളറ്. ഓക്കെ, നമ്മളിനി ഈ ചെവിയിലാണ് പോകുന്നത്. അതും സെയിം കളർ ബ്ലാക്ക്. നമ്മളിനി ഈ സൈഡിലോട്ട് അതിന് നമ്മൾ ഈ രണ്ട് ഭാഗവും കൂടി ചെയ്യുവാണെങ്കിൽ അതിനും ബ്രൗണ് അതിന് എല്ലാവർക്കും ഗൈസ് ഞാനിങ്ങനെ മുഖം അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ താഴത്തേലോട്ടാണ് പോകുന്നത്. അവിടെയും ബ്രൗൺ തന്നെ. ഒത്തിരി ബ്രൗൺ ഉണ്ട് ഇപ്പം.